ഈ കഴിഞ്ഞ കുറേ നാളുകളായി കോഴിക്കോട് NITയിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ, മോശം പ്രവണതകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ഗാന്ധി ഘാതകനായ ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുന്ന കമന്റ് അവിടുത്തെ ഒരു അധ്യാപിക പ്രൊഫസർ നടത്തിയിരിക്കുകയാണ്. ഷൈജ ആണ്ടവൻ എന്ന് പറയുന്ന പ്രൊഫസറാണ് ഗോഡ്സെയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയെ, നമ്മുടെ രാഷ്ട്രപിതാവിനെ ഇകഴ്ത്തിക്കാട്ടിക്കൊണ്ടുള്ള കമന്റ് ഇട്ടത്. വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർന്നു വരികയാണ്. അതുമാത്രമല്ല, ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രതിഷ്ഠയുടെ അന്ന് അവിടെ സംഘപരിവാറിൻ്റെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിച്ച ഒരു വിദ്യാർത്ഥിക്ക് നേരെ മർദ്ദനമുണ്ടാകുന്ന സാഹചര്യം കണ്ടു. വലിയ സംഘർഷങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിലാണ് ഇപ്പോഴിതാ വീണ്ടും NIT വിവാദത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. മേഘയുണ്ട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. ഒരിക്കൽ കൂടി നോക്കാം എന്താണ് NITയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. മേഘ, വലിയ പ്രതിഷേധം ഈ NITയിലെ ഷൈജ ആണ്ടവൻ എന്ന് പറയുന്ന പ്രൊഫസർക്കെതിരെ ഉയർന്നു വരികയാണ്. ഒരു അധ്യാപികയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് അവരിൽ നിന്നുണ്ടായത്. നമ്മളെയൊക്കെ ഈ രാജ്യത്തിൻ്റെ മഹത്വം പഠിപ്പിക്കേണ്ട, മഹാത്മാഗാന്ധിയുടെയൊക്കെ ചരിത്രം പഠിപ്പിക്കേണ്ട ഒരു അധ്യാപിക രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയ വർഗീയവാദിയായ ഗോഡ്സെയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് കമൻ്റ് ഇടുന്നു. സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും കേരളത്തിൻ്റെ ഈ മതേതര സമൂഹത്തിൽ. ഇപ്പോൾ അവർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടോ? കേസെടുത്തതായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റു നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഈ ഘട്ടത്തിലുണ്ടോ? മനു, നമുക്കറിയാം കോഴിക്കോട് NITയെ സംബന്ധിച്ച് എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഈ അടുത്തു തന്നെ ഇന്ത്യ രാമരാജ്യമല്ല എന്ന് പ്ലക്കാർഡ് പിടിച്ചതിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയെ അവിടെ നിന്ന് 1 മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. അതായത് ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠ ദിനത്തിൽ കാവി നിറത്തിലുള്ള ഇന്ത്യയുടെ ഭൂപടം ഒരു വിഭാഗം വിദ്യാർത്ഥികൾ വരയ്ക്കുന്നു. അവിടെ ഇന്ത്യ രാമരാജ്യമല്ല എന്ന പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിക്കുന്നു മറ്റു ചില വിദ്യാർത്ഥികൾ. അതിൽ ആ പ്ലക്കാർഡ് പിടിച്ച ഒരു വിദ്യാർത്ഥിയെ 1 മാസത്തേക്ക് ഒരു കാരണവും കാണിക്കാതെ സസ്പെൻഡ് ചെയ്തത് ഈ ആഴ്ചയിൽ തന്നെ പുറത്തു വന്ന വാർത്തയാണ്. അതിന് വലിയ പ്രതിഷേധമൊക്കെ തന്നെയും കോളേജിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് പിന്നാലെ ആ സസ്പെൻഷൻ മരവിപ്പിക്കുക മാത്രമാണ് NIT അധികൃതർ ചെയ്തത്. നടപടി ഉണ്ടാകുമോ എന്ന് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ NITയിൽ നിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം NITയുടെ കഴിഞ്ഞ കുറേ നാളത്തെ പ്രവർത്തനം ആ രീതിയിലാണ്. എല്ലാ തരത്തിലും ഈ സംഘപരിവാർ വൽക്കരണം, പല ഇടങ്ങളിലൊക്കെ തന്നെയും സംഘപരിവാറിൻ്റെ ഇടപെടൽ ഉണ്ട് എന്നൊരു ആരോപണം NITയിൽ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. പലതരത്തിലും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ തുടർന്നാണ് പല തീരുമാനങ്ങളും NITയിൽ പിൻവലിച്ചത്. ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധം അരങ്ങേറിയാൽ ഒരു പക്ഷേ അധ്യാപികയ്ക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്നൊരു കമൻ്റാണ് NITയിലെ ഒരു അധ്യാപിക പ്രൊഫസർ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. SFI ആണ് ആദ്യം പരാതി നൽകുന്നത്. DYFI പിന്നീട് കമ്മീഷണർക്ക് പരാതി നൽകുന്ന സാഹചര്യം കൂടെ ഉണ്ടായി. അതിന് പിന്നാലെ SFIയുടെ പരാതിയിലാണ് കുന്നമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. സമൂഹത്തിൽ വിദ്വേഷ പ്രചരണം നടത്തി ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന വകുപ്പ് ചുമത്തിയാണ് നിലവിൽ ഡോക്ടർ ഷൈജ ആണ്ടവനെതിരെ കുന്നമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ അതൊരു പ്രശ്നം ആയി തന്നെ അധ്യാപിക അംഗീകരിച്ചിട്ടില്ല ഇതുവരെ എന്നതാണ് ഇതുവരെയുള്ള പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താൻ വായിച്ചൊരു പുസ്തകത്തിലെ വരി പറയുക മാത്രമാണ് ചെയ്തത് എന്നതാണ് അധ്യാപികയുടെ ന്യായീകരണം എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും NITയെ സംബന്ധിച്ച് ഒരു നടപടി ഈ സാഹചര്യത്തിൽ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം NITയുടെ പല കാലങ്ങളിൽ ഉണ്ടായ അനുഭവങ്ങൾ ഒക്കെ തന്നെയും ആ രീതിയിലാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നൊരു മറുപടി ഞാൻ പറയേണ്ടി വരുന്നത്. ഏതായാലും ഒരു പക്ഷേ വലിയ തരത്തിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധം ഉണ്ടായാൽ നടപടി സ്വീകരിക്കേണ്ടി വരും NIT അധികൃതർക്ക് എന്നതും എടുത്തു പറയേണ്ടി വരും. ഇപ്പോൾ നിലവിലെ ആവശ്യം DYFI മുൻപോട്ട് വെക്കുന്നത് അധ്യാപികയെ പുറത്താക്കണം എന്നതാണ്. ഒരു പക്ഷേ വരും സമയങ്ങളിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ തന്നെയും വിദ്യാർത്ഥി യുവജന സംഘങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. SFI, DYFI, മറ്റ് KSU ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞ കുറേ ദിവസമായി നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഒരു വിദ്യാർത്ഥിയെ ഒരു കാരണവും കൂടാതെ സസ്പെൻഡ് ചെയ്തത്. അതിനു പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കോളേജ് NIT ക്യാമ്പസിന് മുൻപാകെ അരങ്ങേറിയിരുന്നു. അതിനു പിന്നാലെയാണ് വൈശാഖ് എന്ന വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ മരവിപ്പിച്ചുകൊണ്ടൊരു ഉത്തരവ് കോളേജിൽ നിന്ന് NIT ക്യാമ്പസിൽ നിന്ന്
അധികൃതരുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഗോഡ്സെയെ പ്രകീർത്തിച്ച് കമന്റ് ഇട്ടതിന്റെ പേരിൽ അധ്യാപികയ്ക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടാകുക എന്ന് വരും സമയങ്ങളിൽ മാത്രമേ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. മനു, ഏതായാലും നിലവിൽ അധ്യാപികയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ശരി മേഘയാണ് വിവരങ്ങൾ നൽകിയത്. മേഘ, ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുള്ള സ്ഥാപനത്തിൽ അധികം നടപടികളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കറിയാം, ഈ കാവ്യവൽക്കരണം, ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുന്നത്, സവർക്കറെ മഹത്വവൽക്കരിക്കുന്നത്, ഇതൊക്കെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട സ്ഥിരം രീതികളാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ കേരളത്തിൽ ഇത്രയധികം പ്രതിഷേധം ഉയർന്നത് കൊണ്ട് പേരിനൊരു നടപടി ഉണ്ടായാൽ അത്രമാത്രം അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി NIT-യിൽ നിന്ന് നമ്മൾ കണ്ടുവരുന്ന കാര്യവും അതുതന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ അവരുടെ അധികൃതർക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഈ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്ത വിഷയത്തിൽ പോലും വിദ്യാർത്ഥിക്ക് അതായത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. മർദ്ദനമേറ്റ ഒരു വിദ്യാർത്ഥിയെ പോലുമാണ് അവിടുന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ പ്രതിഷേധത്തിനു പിന്നാലെ ആ നടപടി മരവിപ്പിക്കുന്നു. ഈ വിഷയത്തിലും വലിയ തരത്തിലുള്ള നടപടി അധ്യാപകർക്കെതിരെയോ പുറത്താക്കുന്ന നടപടിയോ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല മനു. കാരണം അവിടുത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ നിലവിലെ NIT-യുടെ സ്റ്റാൻഡ് അത് തന്നെയാണ്.